വിളക്കും വെളിച്ചവും. രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി സഭാചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ വിശുദ്ധനാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ലെനിൻ പറഞ്ഞു, ഒരു ഡസൻ ഫ്രാൻസിസ് അസീസിമാർ റഷ്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടും എന്ന്. അസീസിയിലെ പ്രമുഖ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണാഡിന്റെ മൂത്ത മകനായി 1181 ഫ്രാൻസിസ് ജനിച്ചു. ലൗകികതയുടെയും സമ്പന്നതയുടെയും നടുവിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും വിശ്വസ്നേഹത്തിലേക്കും ഫ്രാൻസിസ് ഇറങ്ങി. തെരുവിലേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന് ശിഷ്യന്മാർ ധാരാളം. കൂട്ടത്തിൽ ക്ലാരയും, അസീസിയിലെ കുലീന പട്ടാളക്കാരൻ ഫവേരി നോഷിഫോയുടെ മൂത്ത മകൾ. ഫ്രാൻസിസ്കൻ സഭയുടെ ആരംഭം. 6 പട്ടം വരെ സ്വീകരിച്ചെങ്കിലും പൗരോഹിത്യം സ്വീകരിക്കാൻ വിനയം ഫ്രാൻസിസിനെ അനുവദിച്ചില്ല. വിശുദ്ധരായ അസീസിയുടെയും ക്ലാരയുടെയും ജീവിതത്തിലേക്ക് ഞങ്ങൾ ആരംഭിക്കട്ടെ. വിളക്കും വെളിച്ചവും. സ്വർണ്ണക്കൂട്ടിൽ വാഴും മൈനേ, നിന്നിൽ നോക്കി തേങ്ങും മൈനേ, പാടാം നമ്മൾ ഒന്നായി പാടാം ഈ രാവിൻ കൂടാരത്തിൽ. പാനോപചാരമായി പാടുവാൻ എന്താ പാടി, ഇതിലെ വരൂ മധുമൊഴി നീ. കയ്യത്തക്കൊമ്പിൽ നിൽക്കും സ്വർണ്ണ പുഷ്പം കൊണ്ടേവാ, ഏതു വഴിയേ അതിലണയാ. മന്ത്രത്താലോടുന്ന മന്ദാരക്കാറ്റേവാ, ചുറ്റിപ്പോരും നിന്റെ തേരേതോ. 7 കടലാഴം കണ്ടു ആഴത്തിൽ കൊട്ടാരത്തിൽ, മൂടിവച്ച പുതയലുമങ്കേ തിറന്ന് അതേ പാത്തതുണ്ടാ. കണ്ണിറയെ കണ്ടതെന്തേ, കൈ നിറയെ കൊണ്ടതെന്തേ. എന്തെങ്കിലും തരണേ, ആരുമില്ലാത്തൊരു ഭിക്ഷക്കാരനാണ്, എന്തെങ്കിലും തരണേ. കയറി വരൂ, മടിക്കണ്ട, പേടിക്കുകയും വേണ്ട, കയറി വരൂ. കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ. അരുത്, ഞാനൊരു കുഷ്ഠരോഗിയാണ്. അതിനെന്ത്? നിങ്ങൾ ആലിംഗനം ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച അനുഭവമാണ് എനിക്ക്. അവിടുന്ന് വലിയ മനുഷ്യനാണ് ഫ്രാൻസിസ്.
എന്തായി കാണിച്ചത്? എന്താ അപ്പ? തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഷ്ഠരോഗികളെയും പിച്ചക്കാരെയും ഒക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി എന്തിനാണെന്ന്. ആ മനുഷ്യൻ ഭിക്ഷ ചോദിച്ചു വന്നു, ഞാൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഭിക്ഷ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അനുസരിച്ചിട്ടുമുണ്ട്. എന്നാൽ ദരിദ്രരെയും യാചകരെയും ഒക്കെ കാണുമ്പോൾ എന്റെ മനസ്സാകെ ദുഃഖിക്കുന്നു അപ്പ. ഓഹോ, നീ ആരാ? യേശു ക്രിസ്തു? യേശുഭക്തി ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വികാരം തോന്നുന്നത്, അല്ലേ അപ്പ? ശബ്ദിച്ചു പോകരുത്. അവന്റെ ഒരു യേശു ക്രിസ്തു, അവന്റെ ഒരു അനുകമ്പ. പട്ടുവസ്ത്രക്കടയിൽ വന്നിരുന്നാൽ അവിടെ ഇരുന്ന് ഭിക്ഷക്കാർക്ക് വാരിക്കൊടുക്കും, വീട്ടിൽ വന്നിരുന്നാൽ ഇവിടെ ഇരുന്ന് വാരിക്കൊടുക്കും. എന്തൊരു ധൂർത്ത്! ഉള്ളതിൽ നിന്നൊരു ചെറിയ ഓഹരി പാവങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്താ അപ്പ തെറ്റ്? കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ എന്റെ പണം എടുത്ത് കൊടുക്കരുത്. അവനവൻ അധ്വാനിച്ച കാശെടുത്ത് കൊടുക്കണം. അപ്പൻ സമ്പാദിച്ച മുതലല്ല കൊടുക്കേണ്ടത്. അപ്പൻ സമ്പാദിച്ച മുതലിന് മകനും അവകാശമില്ലേ? അതിന് ഞാൻ ഭക്ഷണം തരുന്നുണ്ട്, അത് മതി. കുറെ കാലം കൂട്ടുകാരുമൊപ്പം ഉല്ലസിച്ചു, പാട്ടും നൃത്തവും. ഞാനൊരു ചെറുപ്പക്കാരനല്ലേ അപ്പ. ലൗകിക ജീവിതവും ദൈവസ്നേഹവും എനിക്കുണ്ടായിരുന്നു. കൂട്ടുകാരോടൊപ്പം ഉല്ലസിച്ച ഒരു രാത്രി ഞാൻ ദൈവത്തിന്റെ സ്വരം കേട്ടു. ദൈവം എന്നോട് ചോദിച്ചു, ആരെ സേവിക്കുന്നതാണ് ഉത്തമം, യജമാനനെയോ ദാസനെയോ? യജമാനെ തന്നെയെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് ചെല്ലൂ, പിന്നീട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ പറയാം. നീ എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോ പറയാം. ദൈവസ്നേഹം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയുകയില്ല. ധനസ്നേഹം ഉണ്ടാകണം, ധനസ്നേഹം. ധനാഢ്യനെ സമൂഹം മാനിക്കും. എന്നെ ദൈവം മാനിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ ദൈവത്തെ മാനിക്കും. ഫ്രാൻസിസ്, ഞാൻ ചോദിക്കാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. നീ എന്റെ പണമെടുത്ത് പള്ളിക്ക് കൊടുത്തോ? കൊടുത്തു. ഫ്രാൻസിസ്, വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ദേവാലയം കേടുവന്നു കിടക്കുന്നതും ഞാനത് താങ്ങിയിരിക്കുന്നതുമായ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇവിടെ ഇരുന്ന പണമെടുത്തു കൊടുത്തു. ദൈവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു. ഫ്രാൻസിസ്, എന്റെ പണമെടുത്ത് എന്തും ചെയ്യാൻ നിനക്ക് ധൈര്യമോ? സാധ്യമല്ല. ഇത്തരത്തിൽ നിന്നെ സഹിക്കാനാവില്ല. ശരിയാണപ്പാ. അപ്പനും ഞാനും 2 വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. ഇന്നു മുതൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ വസ്ത്രം ഉൾപ്പെടെ അപ്പന്റെയാണ്. ഞാനതെല്ലാം അഴിച്ചു വയ്ക്കുന്നു. നഗ്നത മറക്കാൻ ഒരു രോമക്കുപ്പായം മാത്രം എടുക്കുന്നു. മറ്റൊന്നുകൂടി, അപ്പന്റെ വസ്തുക്കളിലൊന്നും മകനായി എനിക്ക് അവകാശമില്ലെന്ന് ഞാൻ മെത്രാനച്ചന്റെ അരമനയിൽ ചെന്ന് എഴുതി വയ്ക്കും. അതെല്ലാം അപ്പൻ യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളുക. അപ്പനോട് എനിക്ക് സ്നേഹവും ആദരവും മനസ്സിലുണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഇറങ്ങിപ്പോക്ക് അപ്പന് പക്ഷേ ലാഭകരമായിരിക്കും. ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ. എനിക്കിപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പരമാർത്ഥമായി വിളിക്കാം. എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇത് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതാണ്. നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യണം, പക്ഷെ അത് പ്രകടനമാകരുത്. തുടർന്നും കർത്താവ് പറഞ്ഞു, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കർത്താവ് എല്ലാം അറിയുന്നു. നിന്റെ അന്തരംഗത്തിലെ പ്രവൃത്തികൾ, നിന്റെ മനോവ്യാപാരങ്ങൾ എല്ലാം അറിയുന്നു. നീ കപടനാട്യക്കാരനാണെങ്കിൽ അതൊരു പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. കർത്താവിനെ കബളിപ്പിക്കാനാവുകയില്ല. കാരണം അവനെല്ലാം അറിയുന്നു. അവൻ രക്ഷകനാണ്. രക്ഷകനെ സ്നേഹിക്കണം.
നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അവൻ നമ്മളെ സ്നേഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ ക്ലാര, നിനക്കൊരു ദുഃഖം പോലെ? ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ മുഖത്ത് ദുഃഖഭാവം പാടില്ല. അവർ സന്തോഷത്തോടെ ഇരിക്കണം. അവർക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. വീട്ടിൽ അവരെനിക്ക് വിവാഹം ആലോചിക്കുന്നു. 15 വയസ്സ് കഴിഞ്ഞ നിനക്കോ വിവാഹം? ഏതോ ഒരു ധനികനുമായിട്ടാണ് വിവാഹം ആലോചിക്കുന്നത്. അയാൾക്ക് സന്തോഷമാണത്രേ. അമ്മയ്ക്കാണ് എന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കണമെന്ന് നിർബന്ധം. അത് സ്വാഭാവികമാണ് ക്ലാര. 3 പെൺകുട്ടികളല്ലേ? നിനക്ക് താഴെ ആഗ്നസും ബെയാട്രീസും. ഫവരിനോഷിവയ്ക്കും അമ്മ ഓർത്തോളനായിക്കും എത്രയും പെട്ടെന്ന് മൂവരെയും വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന മോഹമുണ്ടാകും. അങ്ങ് എന്തു പറയുന്നു? ഞാൻ എന്റെ അഭിപ്രായം നേരത്തെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നീ വിവാഹിതയായി കുറെ കുട്ടികളുടെ അമ്മയായി ജീവിക്കാനുള്ളതല്ല. നിന്നെ കൊണ്ട് ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. നീ ഒരു സമർപ്പിതയാകണം. നിന്നിൽ ഞാൻ വലിയ ദൈവിക ചൈതന്യം കാണുന്നു. ജോലി അധികം, വേലക്കാരോ ചുരുക്കം. സുവിശേഷത്തിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും സാധുജന സംരക്ഷണത്തിനുമൊക്കെ ജീവിതം നീക്കിവെക്കണം, അല്ലേ? തീർച്ചയായും ഞാൻ അത് ആഗ്രഹിക്കുന്നു. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും ക്ലാരയ്ക്കുണ്ട്. ദൈവമായ കർത്താവിന് വേണ്ടി നീക്കിവെക്കുന്ന ജീവിതമായിരിക്കണം എന്റെയും നിന്റെയും. ഞാൻ ഈ പ്രകൃതിയുടെ ഉപാസകൻ കൂടിയാണ്. കണ്ടാനന്ദിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ദൈവം ഈ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് തന്ന ദൈവത്തെ നാം സ്തുതിക്കണം. അവനു വേണ്ടി നാം സങ്കീർത്തനങ്ങൾ ആലപിക്കണം. ഒരു അത്ഭുത വിസ്മയ പ്രപഞ്ചത്തിലേക്കല്ലേ ദൈവം നമ്മളെ അതിഥികളായി വിട്ടിരിക്കുന്നത്? വിവാഹം എന്ന ഈ പ്രതിബന്ധത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അവിടുന്ന് അതിനൊരു വഴി പറഞ്ഞു തരണം. നേരിടണം. ദൈവത്തിൽ പൂർണ്ണമായി നാം നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് നേരിടണം ക്ലാര. അപ്പോൾ ദൈവം നമുക്ക് കരുത്തു പകരും. അപ്പൻ ഒരു പട്ടാളക്കാരൻ കൂടിയായതുകൊണ്ട് വീട്ടിൽ കർശന നിയമമാണ്. ക്ലാര, നീ യേശുവിനേറ്റ പീഡാനുഭവങ്ങളെ സ്മരിക്കുക. ഗെത്സമേനിൽ തൊട്ട് അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങളെയും കഷ്ടാനുഭവങ്ങളെയും പറ്റി ഓർക്കുക. പടയാളികൾ അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയത് ഓർക്കുക. നമ്മുടെ ദൈവപുത്രൻ നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെ ഓർക്കുക. പിന്നെ എല്ലാം നിസാരം. ആ ദൈവം തന്നെ നിന്നെ അനുഗ്രഹിക്കും, നമ്മുടെ കർത്താവ്. മകളെ സോദരരെ, പറവകളെ സോദരരെ, സ്തുതികൾ പാടി ദൈവപിതാവിനെ ആരാധിച്ചിടുവിൻ. സ്തുതികൾ പാടി ദൈവപിതാവിനെ ആരാധിച്ചിടുവിൻ. പറവകളെ സോദരരെ, എന്നെ മനസ്സിലായോ? കണ്ടിട്ടുണ്ട്. ഞാൻ മെത്രാനച്ചന്റെ അരമനയിലെ തോട്ടം സൂക്ഷിപ്പുകാരൻ. അവിടുന്ന് തനിക്കുള്ളതെല്ലാം അപ്പന് തന്നെ തിരികെ കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. സാധുക്കളെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ അങ്ങേക്ക് ഇതൊക്കെ വേണ്ടി വന്നത്. ഒരു സാധുവായ ഞാൻ തരുന്ന ഈ ചെറിയ സമ്മാനം സ്വീകരിച്ചാലും. എന്താണിത്? അങ്ങേക്ക് വസ്ത്രമില്ലല്ലോ, ഇത് വസ്ത്രമാണ്. സന്തോഷം. നീ മറ്റുള്ളവർക്കായി ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് ചെയ്തത് ദൈവം അറിഞ്ഞിരിക്കുന്നു. ആ ദൈവം നിങ്ങളെ കാത്തുരക്ഷിക്കും.
രക്ഷിക്കുന്നവൻ പാലിക്കുന്നവൻ ദൈവം, പോറ്റുന്നവനും നയിക്കുന്നവനും ദൈവം. അവൻ വല്ലഭനും നല്ലവനും കരുണാമയനും, അവൻ സ്നേഹിതനും നായകനും വന്ദിതനും. പറവകളെ സോദരരെ, പറവകളെ സോദരരെ, സ്തുതികൾ പാടി ദൈവപിതാവിനെ ആരാധിച്ചിടുവിൻ. സ്തുതികൾ പാടി ദൈവപിതാവിനെ ആരാധിച്ചിടുവിൻ. പറവകളെ സോദരരെ. നീ ആരാണ്? ഞാൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും നിങ്ങളെ എങ്ങനെ പരിചയപ്പെടുത്തും? ഞാൻ പാടുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ സ്തുതിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാനിപ്പോൾ സ്തുതിച്ചു പാടിയത് പ്രകൃതിയുടെ മാനസപുത്രികളായ ഋതുക്കളെയാണ്. വസന്തം, ഹേമന്തം, ഗ്രീഷ്മം. നിങ്ങൾ കാണുന്നില്ലേ? ചുറ്റും നോക്കി ആസ്വദിക്കുന്നില്ലേ മനോഹരങ്ങളായ ഈ ദൈവസൃഷ്ടികളെ? എന്തെല്ലാം തരം മരങ്ങൾ, എല്ലാം ഔഷധങ്ങൾ. നോക്കൂ, എത്രയേറെ മനോഹര വർണ്ണങ്ങളിൽ പൂക്കൾ. എന്ത് ശില്പസൗന്ദര്യം! ആ നിറപ്പകട്ടുകൾക്ക് ദൈവം ഉപയോഗിച്ച ചായങ്ങൾ. എന്തെല്ലാം തരം പക്ഷികൾ, പൂമ്പാറ്റകൾ. വികസിത കുസുമങ്ങളിൽ മൂളിപ്പാട്ടും പാടി നടക്കുന്ന ഭ്രമരങ്ങൾ. ചന്ദന ഗന്ധവുമായി വന്നെത്തുന്ന മന്ദമാരുതൻ. പാദസരം കിലുക്കി നാണിച്ചൊഴുകുന്ന വനകല്ലോലിനികൾ. ശുഭ്രസുന്ദരമായ ആകാശം, ചക്രവാളങ്ങൾ, താരാപഥങ്ങൾ, നിർവചിക്കാനാവാത്ത സൗന്ദര്യം, സ്വർഗീയ ദീപങ്ങളായ നക്ഷത്രങ്ങൾ. ഇയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. അതെ, ഇവൻ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇവൻ ഭ്രാന്തനാണ്. ആരാണ് നീ? എന്തിന് ഞങ്ങളുടെ സങ്കേതമായി ഈ കാട്ടുപരിസരത്ത് പ്രവേശിച്ചു? ഞാൻ മഹാരാജാവിന്റെ ദൂതനാണ്. മഹാരാജാവിന്റെ ദൂതനാണെങ്കിൽ പണം കാണും. നമുക്കിവരെ കൊള്ളയടിക്കാം. എടുക്കടാ ഉള്ളതെല്ലാം. എടുത്തോളൂ. ഒരു നാണയത്തൊട്ട് പോലുമില്ല. നമ്മളെ മോഹിപ്പിച്ചതിന് പ്രതിഫലമായി ഇവന്റെ ചെവിക്കുറ്റി നോക്കി 2 കൊടുത്തേക്കാം. അതുപോരാ, സുഭിക്ഷമായി കൊടുത്തേക്കാം. അതെ, അടിച്ചവനെ തല പൊട്ടിക്ക്. മഹാരാജാവിന്റെ ദൂതൻ ഇവിടെ കിടന്ന് പള്ളി ഉറങ്ങട്ടെ. നാശം, ഇവൻ നമ്മുടെ സമയം കളഞ്ഞു. വാടാ. ദാസനായി അങ്ങരുൾ ചെയ്യുവതെന്തും കേൾക്കാൻ കാത്തിരിക്കുന്നു. അങ്ങരുൾ ചെയ്യുവതെന്തും കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇതാ ഫ്രാൻസിസ്, നീ എത്ര വേഗമാണ് കാര്യങ്ങൾ നീക്കുന്നത്! എത്ര പെട്ടെന്നാണ് പള്ളിമണി പൂർത്തിയാക്കുന്നത്! അത് ദൈവത്തിന്റെ മന്ദിരമല്ലേ അച്ഛാ? ദൈവമന്ദിരം ദൈവം തന്നെ പണിയുന്നതാണ്. നമ്മളെ കരുവാക്കുന്നു എന്നേയുള്ളൂ. ഫ്രാൻസിസ്, ഞാൻ അറിയുന്നു, നീ തെരുവിൽ നിന്ന് പാട്ടുപാടി കിട്ടുന്ന പണം കൊണ്ടാണ്
ഈ ദേവാലയ നിർമ്മാണം നടക്കുന്നത്? അത് മാത്രമല്ല അച്ഛാ, വിശ്വാസികൾ നമുക്കാവശ്യമായ സംഭാവനകൾ നൽകുന്നുണ്ട്. അക്കൂടെ ഞാൻ തെരുവിൽ നിന്ന് പാടി. ചിലർ ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് പണം തന്നു, സ്വീകരിച്ചു. പാടാൻ എനിക്ക് നാവ് തന്നത് ദൈവമാണ്. അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാനാവും വിധം സ്വരമാതിരി തന്നതും ദൈവമാണ്. നാദവും താളവും ലയവും സ്വരവുമൊക്കെ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്. ഞാനില്ലെങ്കിലും ദൈവം പ്രകൃതിയെ കൊണ്ട് പാടിക്കും. കാറ്റു തട്ടുമ്പോൾ കാട്ടുമുളം തണ്ടുകൾ പുല്ലാങ്കുഴലുകളായി മാറുന്നതും അവ ദൈവത്തെ സ്തുതിക്കുന്നതും അച്ഛൻ കേട്ടിട്ടില്ലേ? ഫ്രാൻസിസ്, നീ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും തെരുവിൽ നിന്ന് നീ പാട്ട് പാടുമ്പോൾ ആ ധനികപുത്രന് ഭ്രാന്താണെന്ന് പറഞ്ഞ് പലരും നിന്നെ പരിഹസിക്കുന്നു. യേശു എത്രയേറെ പരിഹാസം സഹിച്ചു അച്ഛാ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്ത്? ഫ്രാൻസിസ്, അച്ഛാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ദേവാലയം പണിയുമ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രതിഫലമാകും. അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. ഭക്ഷണം വേണ്ടെന്നോ? നീ എന്ത് അവിവേകമാണ് ഫ്രാൻസിസ് നീ പറയുന്നത്? പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ ജീവിക്കും? ദരിദ്രൻ ഭിക്ഷയാചിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്നു മുതൽ ഭിക്ഷയാചിക്കും, യാചകനായി ജീവിക്കും. ഒരു സമർപ്പിത ജീവിതത്തിന്റെ ഭാഗമാണ് ഭിക്ഷാടനം. ആ ക്ലാര, നിന്റെ വിവാഹ കാര്യങ്ങളൊക്കെ എന്തായി? ആലോചനകൾ മുന്നേറുന്നു. ക്ലാരയുടെ മാർഗദർശി ഫ്രാൻസിസ് അല്ലേ? ഫ്രാൻസിസിന്റെ ഉപദേശമില്ലാതെ ക്ലാര ഒന്നും ചെയ്യില്ല. അത് സത്യമാണച്ചാ. ആ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത്. എന്താണ് ക്ലാര? എന്റെ കൂടെ അപ്പനുണ്ട്, വിളിക്കാം. അപ്പാ. എന്താണ് പിതാവും മകളും ഒരുമിച്ച്? ക്ലാര, എനിക്ക് സ്വസ്ഥത തരേണ്ടേ അച്ചോ? ഇവിടെ ദൈവാലയം പണി നടക്കുന്നു. അതിന് ഞാൻ വിലപ്പെട്ട എന്തെങ്കിലും സംഭാവനകൾ തന്നേ പറ്റൂ. എന്റെ ഉപദേശമല്ലല്ലോ ക്ലാരയ്ക്ക് പ്രധാനം, ഫ്രാൻസിസിന്റെ ദൈവവഴിയല്ലേ? ദൈവവഴി തന്നെ ശ്രേഷ്ഠ വഴി, പളുങ്ക് പർവ്വതത്തെ കാണാനുള്ള വഴി. സംഭാവനകൾ എന്താണ് ഫവേറിന് കൊണ്ടുവന്നിരിക്കുന്നത്? തടികളും കല്ലുകളുമായിട്ട് മതിയെന്ന ക്ലാരയുടെ നിർബന്ധം. അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഒരപേക്ഷ കൂടി. എനിക്കും ഓർത്തോളാനയ്ക്കും കൂടി 3 പെൺകുട്ടികളാണ്. മൂത്തത് ക്ലാര. ഇവളുടെ വിവാഹം ഞങ്ങൾ ആലോചിക്കുകയാണ്. നല്ല കാര്യം. ആ, പക്ഷേ ഈശോ മറിയത്തിന്റെ വഴിയിലാണ് ക്ലാര. ആ വഴി ഞാനങ്ങ് അടച്ചു കളയും. ഞാനൊരു പട്ടാളക്കാരനാണ്. എന്നെ കൊണ്ട് ക്രൂരത ചെയ്യിപ്പിക്കരുത്. എല്ലാവരും അറിയാനാണ് ഞാനിത് പറയുന്നത്. ക്ലാര, നിൽക്ക്. എന്താ അമ്മേ? വികാരിയച്ഛന്റെ മുമ്പിൽ ചെന്ന് എല്ലാവരും കുരുത്തോല വാങ്ങി. നീ മാത്രം അച്ഛന്റെ അരികിലേക്ക് ചെന്നില്ല. ഒടുവിൽ മെത്രാൻച്ചന്റെ അൾത്താരയിൽ നിന്ന് ഇറങ്ങി നിന്റെ മുമ്പിൽ വന്ന് കുരുത്തോല തന്നു. അഹങ്കാരമല്ലേ നീ കാണിച്ചത്? അഹങ്കാരമൊന്നുമല്ല അമ്മേ. പിന്നെ നാണിച്ചിട്ടാണ്. എനിക്ക് നാണം തോന്നി. ഓ, അവളുടെ ഒരു നാണം. ഇന്ന് നല്ലൊരു വിശുദ്ധ ദിവസമാണ്. എന്തിനാണ് അമ്മ വെറുതെ ചേച്ചിയുമായി വഴക്കുണ്ടാക്കുന്നത്? നീ മിണ്ടരുത്. അല്ലെങ്കിൽ കുറെ ദിവസമായി അമ്മയ്ക്ക് വലിയ ദേഷ്യമാണ്. എന്തിനാണ് അമ്മ ഇങ്ങനെ ദേഷ്യം? പിന്നെ ഞാൻ വലിയ സന്തോഷവതിയും സമാധാനപ്രിയയും ആയിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ നിന്റെ ചേച്ചി ചെയ്യുന്നത്. ചേച്ചി എന്ത് തെറ്റ് ചെയ്തു? ആ ധനികനുമായിട്ട് ആലോചിക്കുന്ന വിവാഹം തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. അതൊരു തെറ്റാണോ? ശബ്ദിച്ചു പോകരുത്. ആ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അപ്പൻ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. വാക്ക് കൊടുത്തവർ അപമാനിതരാകും. വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. ക്ലാര, തൽക്കാലം എനിക്ക് വിവാഹം വേണ്ട. നിന്നെ ഞങ്ങൾ കൊന്നുകളയും. അമ്മേ, ഏത് കാര്യത്തിൽ ഒരു സമാധാനമില്ലേ? എന്ത് സമാധാനം? മക്കൾ തരുന്ന സമാധാനം ഇതല്ലേ?
എങ്ങനെ സ്വസ്ഥത ഉണ്ടാകും? അതിന് ചേച്ചി മോശമായതൊന്നും പറഞ്ഞില്ലല്ലോ. വിവാഹം വേണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഓ, അത് മാത്രം പോരെ അസമാധാനത്തിന്. പക്ഷേ നിന്നെ ഞങ്ങൾ വളർത്തിയതാണെങ്കിൽ നിന്റെ ധിക്കാർ ഇവിടെ വില പോകില്ല. ആ വിവാഹം ഞങ്ങൾ നടത്തും. അമ്മേ, ഞാൻ ലോകരക്ഷകനായ യേശുവിനെ മണവാളനായി സ്വീകരിക്കാൻ എന്നെ ആഗ്രഹിച്ചതാണ്. എന്റെ ലക്ഷ്യം വേറെയാണ്. എന്നെ എന്റെ വഴിക്ക് വിടൂ. ഇല്ല, നിന്നെ ആ വഴിക്കൊന്നും വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വീട്ടിൽ നിന്ന് കന്യാസ്ത്രീയായി ഞാൻ ആരെയും വിടില്ല. ഞങ്ങൾ ആലോചിച്ച വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. അത് നടക്കില്ലമ്മേ. ക്ലാരേ, എന്താണിവിടെ? ഏത് നേരത്തും ഒരു കലഹം. ഓർത്തോളാനോടാണ് ഞാൻ ചോദിച്ചത്. എന്താ ആർക്കും നാവില്ലേ? ഇവൾ ഇവൾ ഈ ക്ലാര കാണിക്കുന്ന ധിക്കാരം വല്ലതും അവിടെ നിന്ന് അറിയുന്നുണ്ടോ? അവൾ എന്ത് ധിക്കാരം കാണിച്ചു? പറയൂ, എന്ത് ധിക്കാരമാണ് അവൾ പ്രവർത്തിച്ചത്? അവൾക്കിപ്പോ വിവാഹം വേണ്ടെന്ന്. അത്രയുള്ളോ വിഷയം? അത് വിവാഹം ആലോചിക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും പ്രകടിപ്പിക്കുന്ന ഒരു തരം അഭ്യാസവിദ്യയാണ്. അത് കാര്യമാക്കണ്ട. ഭാവിയിൽ ദേ ആഗ്നസും അങ്ങനെ പറയും, ഈ ബെയാട്രീസും അങ്ങനെ തന്നെ പറയും. എന്നാൽ ഇത് അങ്ങനെയല്ല. ക്ലാര കന്യാസ്ത്രീയാകാൻ പോകുന്നെന്ന്. എന്താണ് ഈ കേൾക്കുന്നത്? സത്യം. ക്ലാര, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? ക്ലാരയോടാണ് ഞാൻ ചോദിച്ചത്. സത്യമാണപ്പാ. അപ്പൻ എനിക്കതിനുള്ള അനുവാദം തരണം. സഹായങ്ങളെല്ലാം ചെയ്തു തരണം. ക്ലാര, ഞാൻ യേശുവിനെ മണവാളനായി സ്വീകരിച്ചു കഴിഞ്ഞു. നസ്രയത്തിലെ ആ അമ്മയുടെ ഉദരത്തിൽ പിറന്ന് യെരുസലേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് പിന്നീട് വിശ്വസ്നേഹ ഗായകനായി മാറിയ ആ നിത്യരക്ഷകൻ എന്റെ വെളിച്ചമാണ്. അവൻ വിരിച്ചിട്ട ത്യാഗത്തിന്റെയും നന്മയുടെയും പാതയിലൂടെ നടക്കാനും മറ്റുള്ളവർക്ക് ഒരു മെഴുകുതിരി വെട്ടമെങ്കിലും കാണിച്ചു കൊടുക്കാനുമാണ് എന്റെ ജന്മദൗത്യം. അപ്പനും അമ്മയും അതിനെന്നെ അനുവദിക്കണം. ഇല്ല, ഞാൻ അനുവദിക്കില്ല. നിന്റെ ആഗ്രഹം നടപ്പാകില്ല. ഞങ്ങൾ ആലോചിച്ച് വിവാഹം നാളെ തന്നെ ഉറപ്പിക്കാൻ പോവുകയാണ്. ആ വിവാഹം നടക്കും. ദൈവത്തിന്റെ മണവാട്ടിയാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്, മനുഷ്യന്റെ മണവാട്ടിയാകാനാണ്. കയറിപ്പോകത്ത്. കർത്താവേ, സ്നേഹനാഥ, നിന്നെ അനുധാവനം ചെയ്യാൻ ഞാൻ പുറപ്പെടുമ്പോൾ എന്നെ വളർത്തിയ അപ്പനെയും അമ്മയെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരുന്നു. അവരുടെ വേദന നീ മാറ്റിക്കളയണമേ. അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ഞാനിതാ വരുന്നു. എന്നെ നീ സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, വരിക, എന്നിൽ വന്ന് നീ നിറയുക. കർത്താവേ, അദൃശ്യനായ ദൈവമേ, നിന്നോട് വിശ്വസ്തത പാലിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ നീ ചൊരിയുന്ന ദിവ്യദാനങ്ങളെക്കുറിച്ചും അവയിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുത ഫലങ്ങളെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ എനിക്ക് സന്തോഷവും കൃതജ്ഞതയും തോന്നി. അങ്ങനെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നീ എന്ന ദൈവത്തെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്വീകരിക്കുക.
ക്ലാര, എന്താ ഇങ്ങനെ ഈ രാത്രിയിൽ? ഇതേ എനിക്ക് മാർഗമുണ്ടായിരുന്നുള്ളൂ അച്ഛാ. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ആരുടെയും അനുവാദമില്ലാതെ ഇറങ്ങിപ്പോന്നു അല്ലേ? പോന്നു. മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. സാഹസമാണോ ഞാൻ കാണിച്ചത്? മനുഷ്യ സഹജമായ മാനസികാവസ്ഥയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ തീർച്ചയായും ഇത് തെറ്റ് തന്നെയാണ്. എന്നാൽ നിന്റെ ഇപ്പോഴത്തെ ഈ തെറ്റ് ഭാവിയിൽ വലിയൊരു ശരിയാകും, സംശയിക്കേണ്ട. ദൈവം ഇങ്ങനെ തന്നെയായിരിക്കും നിന്നെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിനക്ക് കുറ്റബോധത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ വഴിയാണ്, വിശുദ്ധിയുടെ വഴി, നിത്യസ്നേഹത്തിന്റെ വഴി. ഞാൻ പ്രായശ്ചിത്ത വസ്ത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വിശേഷ വസ്ത്രങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല. സമർപ്പിതകൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ മുടി മുറിച്ചു കളയുകയാണ്. കൂടെ ചരട് അരയിൽ കെട്ടണം. ഇത് രണ്ടും ഞാൻ ചെയ്തു തരാം. വരൂ, പ്രാർത്ഥിച്ചിട്ട് പോകാം. ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ നിനക്ക് ഞാൻ താൽക്കാലികമായി ബെനഡിക്ടൻ മഠത്തിൽ താമസിക്കാൻ അവസരമുണ്ടാക്കാം. ശാന്തമിയാനോടെ അടുത്ത് ഒരു ഭവനം ഒഴിഞ്ഞു കിടപ്പുണ്ട്. പിന്നീട് അങ്ങോട്ടും മാറാം. സന്തോഷമായി പിതാവേ. പ്രാർത്ഥിക്കാം. ഏറ്റവും വിശ്വസ്തനും വാഗ്ദത്തങ്ങൾ പാലിക്കുന്നവനും നിത്യനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവളെ, ഈ ക്ലാരയെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളെ അവിടുത്തെ മണവാട്ടിയായി സ്വീകരിക്കണമേ. ത്യാഗസന്നദ്ധമായ സഹന ജീവിതത്തിന് ഇവളെ പ്രാപ്തയാക്കണമേ. വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തി ഇവളെ സ്വീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സംബന്ധവും ആവാസവും ഇവളിൽ എന്നും ഉണ്ടാകുമാറാകണമേ. ആമേൻ. ഈ മഠത്തിൽ ആരുമില്ലേ? സിസ്റ്റർ, ആരാണ്? എന്താണ് വേണ്ടത്? ഞാൻ ഫവേരിനോ ഷിഫോ. ഇതെന്റെ ഭാര്യ ഓർത്തോളാന. ഓ, ക്ലാരയുടെ മാതാപിതാക്കളാണല്ലേ? ക്ലാര ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. അവളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്? ആരും കൊണ്ടുവന്നാക്കിയതല്ല. ക്ലാര നേരെ വന്നതാണ്. ഫ്രാൻസിസ് പിതാവിന്റെ ശുപാർശ ഉണ്ടായിരുന്നു. ഓ, ഫ്രാൻസിസ് പിതാവ്. അവൾ കന്യാസ്ത്രീയാകാൻ തീരുമാനമെടുത്തു വന്നതല്ലേ? അവളെ ഒന്നിങ്ങോട്ട് വിളിക്കാമോ? പിന്നെന്താ, വിളിക്കാമല്ലോ. ക്ലാര, ക്ലാര. നീ ഞങ്ങളെ അപമാനിക്കാനും തോൽപ്പിക്കാനും വേണ്ടി പറഞ്ഞവളാണല്ലേ? ഇതിൽ അപമാനത്തിന്റെയും തോൽവിയുടെയും എന്ത് പ്രശ്നമിരിക്കുന്നു അപ്പാ? ഞാൻ തെറ്റുകളൊന്നും ചെയ്തില്ലല്ലോ. ദൈവത്തിൽ ഞാൻ എന്നെ അർപ്പിക്കുന്നു. അതൊരു തെറ്റാണോ? നിന്റെ തത്വജ്ഞാന പ്രസംഗമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. വേഗം ഞങ്ങളുടെ കൂടെ വരിക. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഞാൻ ഇനി വീട്ടിലേക്കില്ല. നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ഞാൻ വരില്ല. ഞാൻ എന്റെ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഞാനൊരു കന്യാസ്ത്രീയാകാൻ തീരുമാനിക്കുന്നു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളിലേക്ക് സഞ്ചരിക്കാൻ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. എന്നെ ഇനി വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കരുത്. നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ഞാൻ വരില്ല. നിന്നെ ബലമായി ഞങ്ങൾ കൊണ്ടുപോകും. പിടിക്കവളെ. വായുടെ നീ മുടി മുറിച്ചോ? മുറിച്ചു അമ്മേ. ഞാൻ എന്നെ പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്നെ വിളിച്ചുകൊണ്ട് പോകരുത്. ദൈവശാപം ഏറ്റുവാങ്ങരുത്. ഇനി ഇവിടെ പ്രതീക്ഷിക്കേണ്ട. വാ, നമുക്ക് പോകാം. നിന്നെ സ്നേഹിച്ചതിനും വളർത്തിയതിനുമൊക്കെ മാപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാര എന്ന മകൾ മരിച്ചുപോയി. നിന്നെ ഞാൻ മനസ്സിൽ പോലും സൂക്ഷിക്കില്ല.
ആഗ്നസോ, നീ എന്താ ഇപ്പോൾ വീട്ടിൽ അനുവാദം ചോദിച്ചിട്ടാണോ പുറപ്പെട്ടത്? അല്ല, പിന്നെ വീട്ടിലാകെ പ്രശ്നങ്ങളാണ്. അതൊന്നും ഞാൻ വകവെക്കുന്നില്ല. ഞാനും ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു. ആഗ്നസ്, യേശുവിന്റെ മണവാട്ടിയാകുന്നതിനേക്കാൾ പുണ്യം മറ്റെവിടെ നിന്ന് കിട്ടാനാണ് ചേച്ചി? ഞാനും ഇന്നു മുതൽ ഒരു സമർപ്പിതയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. യാത്രയ്ക്ക് സ്വർണമോ വെള്ളിയോ ഉണ്ടായിരിക്കരുത്. ചെരുപ്പോ വടിയോ രണ്ടുടുപ്പോ എടുക്കരുത്. അതെ, ഈ വചനത്തിലൂടെ ക്രിസ്തു നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഫ്രാൻസിസ്, നിനക്കുള്ള മാർഗം ഇതാ തുറന്നു കിട്ടിയിരിക്കുന്നു. നിന്റെ പ്രവൃത്തിപഥം കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നു. ദേവാലയം നിർമ്മിക്കുകയല്ല, സഭയാകുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കുകയാണ് നിന്റെ ലക്ഷ്യം. നിൻ സമാധാനത്തിൻ ഉപാധിയായി എന്നെ മാറ്റണമേ. കർത്താവേ എൻ ദിവ്യനാഥ, നിൻ സമാധാനത്തിൻ ഉപാധിയായി എന്നെ മാറ്റണമേ. വിദ്വേഷമുള്ളിടത്തു സ്നേഹം, ദ്രോഹമുള്ളിടത്തു ക്ഷമയും, സന്ദേഹമുള്ളിടത്തു വിശ്വാസം ഞാൻ വിതയ്ക്കട്ടെ. നിരാശയുള്ളിടത്തു പ്രത്യാശ, അന്ധകാരമുള്ളിടത്തു പ്രകാശം, സന്താപമുള്ളിടത്തു സന്തോഷം ഞാൻ വിതയ്ക്കട്ടെ. കർത്താവേ എൻ ദിവ്യനാഥ, നിൻ സമാധാനത്തിൻ ഉപാധിയായി എന്നെ മാറ്റണമേ. ആശ്വാസം തേടും മുൻപേ ആശ്വാസമേകാൻ, മനസ്സിൽ ആക്കപ്പെടും മുൻപേ മനസ്സിലാക്കുവാൻ, സ്നേഹം തേടും മുൻപേ സ്നേഹിച്ചിടാൻ ദൈവമേ ഇടയാക്കണമേ. ആശ്വാസം തേടും മുൻപേ ആശ്വാസമേകാൻ, മനസ്സിൽ ആക്കപ്പെടും മുൻപേ മനസ്സിലാക്കുവാൻ,
സ്നേഹം തേടും മുൻപേ സ്നേഹിച്ചിടാൻ ദൈവമേ ഇടയാക്കണമേ. കർത്താവേ എൻ ദിവ്യനാഥ, നിൻ സമാധാനത്തിൻ ഉപാധിയായി എന്നെ മാറ്റണമേ. നൽകുന്ന നേരം ലഭിച്ചിടും, ക്ഷമിക്കുന്ന നേരം ക്ഷമ നേടും, മരിക്കുന്ന നേരം നിത്യമാം ജീവൻ നേടും സുന്ദര നിമിഷം. നൽകുന്ന നേരം ലഭിച്ചിടും, ക്ഷമിക്കുന്ന നേരം ക്ഷമ നേടും, മരിക്കുന്ന നേരം നിത്യമാം ജീവൻ നേടും സുന്ദര നിമിഷം. കർത്താവേ എൻ ദിവ്യനാഥ, നിൻ സമാധാനത്തിൻ ഉപാധിയായി എന്നെ മാറ്റണമേ. കർത്താവേ എൻ ദിവ്യനാഥ, കർത്താവേ എൻ ദിവ്യനാഥ, കർത്താവേ എൻ ദിവ്യനാഥ. യേശുക്രിസ്തു അവൻ ദയാലുവായിരുന്നു, കരുണാമയനായിരുന്നു. പ്രതിസന്ധികളിൽപ്പെട്ടവരെ അവൻ രക്ഷിച്ചു, ധർമ്മസങ്കടങ്ങളിൽപ്പെട്ടവരെ അവൻ മോചിപ്പിച്ചു. പാവങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവൻ പാപങ്ങളോട് പൊരുതി. പാപങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പശ്ചാത്തപിക്കുക, തെറ്റുകൾ തിരുത്തുക, വിശുദ്ധിയിലേക്ക് വരിക. ഹൃദയത്തിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പൊൻവിളക്കുകൾ തെളിയിക്കുക. പട്ടുതുണി കച്ചവടക്കാരനും ധനികനുമായ ഈ ബെർണാഡിന്റെ മകന് ഭ്രാന്തായി പോയി. അതെ അതെ, മുഴു ഭ്രാന്ത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. മനുഷ്യരോട് മാത്രമല്ല, സകല ജീവജാലങ്ങളോടും ഞാൻ സുവിശേഷം പ്രസംഗിക്കും. അതാണ് എന്റെ വഴി, അതാണ് എന്റെ കർമ്മപദം. ഞാൻ അങ്ങയുടെ ഗാനവും പ്രസംഗവും കേട്ടു, എനിക്കിഷ്ടമായി. ഇതൊക്കെ ആളുകൾ വശീകരിക്കാനുള്ള ഒരുതരം തട്ടിപ്പാണോ? കുഷ്ഠരോഗികൾ മുതൽ പക്ഷിമൃഗാദികളോട് വരെ കാണിക്കുന്ന ഈ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധമാണോ? ദൈവസ്നേഹത്താൽ നിറഞ്ഞവനായാണോ ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്? എന്താണ് ആലോചിക്കുന്നത്? ഞാൻ അങ്ങയെ ഇന്ന് എന്റെ വീട്ടിലേക്ക് അത്താഴ വിരുന്നിന് ക്ഷണിക്കുന്നു. ഫ്രാൻസിസ് അസീസിയെ പരീക്ഷിക്കാനായിരുന്നു ബെർണാഡ് കിൻഡവാലെ അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന്റെ ദൈവസ്നേഹം ആത്മാർത്ഥതയുള്ളതാണോ എന്നറിയണം. അത് കിൻഡവാലെ പരീക്ഷിച്ചു. ഒടുവിൽ കിൻഡവാലെ തിരിച്ചറിഞ്ഞു, ഫ്രാൻസിസ് അസീസി യേശുവിന്റെ യഥാർത്ഥ അനുയായി തന്നെയാണെന്ന്. ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ തന്നെയാണ് ഇവൻ ജന്മമെടുത്തിരിക്കുന്നത് എന്ന്. അങ്ങയുടെ ശിഷ്യനായി എന്നെയും സ്വീകരിക്കണം. അങ്ങയെപ്പോലെ ലൗകികമായതെല്ലാം ഉപേക്ഷിക്കാനും ക്രൂശിതനായ ക്രിസ്തുവിനെ അനുകരിക്കാനും വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യാനും ഞാൻ തയ്യാറാണ്. താങ്കൾ ഇപ്പോൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് ഉത്കൃഷ്ടമാണെങ്കിലും ഏറെ വിഷമം പിടിച്ച പാതയാണ്. ആയതിനാൽ നമുക്ക് ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ഹിതം എന്താണെന്ന് അന്വേഷിക്കാം. ദേവാലയത്തിലെത്തിയത് 3 പേരായിരുന്നു. ഫ്രാൻസിസ്, കിൻഡുവാലെ, നിയമപണ്ഡിതനായ പീറ്റർ കത്താനി. മൂവരും ഭക്ത്യാദരപൂർവം ദീപബലിയിൽ സംബന്ധിച്ചു. കുർബാനയ്ക്ക് ശേഷം
വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്തു. കിട്ടിയ വേദവചനം ഇതായിരുന്നു: നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അങ്ങനെ ഫ്രാൻസിസിന്റെ സഭയുണ്ടായി. നിൽക്കൂ. കർത്താവേ, വേണ്ട, അത് പാപമാണ്. ഞാൻ അവിടുത്തെ അനുജത്തി കൂടിയാണ്. ദൈവമേ, ക്ഷമിക്കണം സിസ്റ്റർ. ചുണ്ടുകൾ പൊട്ടിയോ? അതൊന്നും സാരമാക്കാനില്ല. പാദങ്ങൾ നീട്ടു, കഴുകട്ടെ. മടിക്കണ്ട, നീട്ടു. സിസ്റ്റർ, അല്പം എനിക്കും തരൂ. ഇല്ല. അത്താഴത്തിനിടയിൽ നിന്നും എഴുന്നേറ്റ് തൂവാല അരയിൽ കെട്ടി ഈശോ പത്രോസിന്റെ കാലുകൾ കഴുകി. എളിമയുടെ ഏറ്റവും വലിയ മാതൃക. നമ്മൾ എളിമയുള്ളവരാകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഫ്രാൻസിസ് പിതാവ് നമ്മുടെ മഠത്തിലേക്ക് കുറെ പേരെ വിട്ടല്ലോ. അവരെയൊക്കെ പോയോ സിസ്റ്റർ? ഇല്ല. അവർ നിരാശയിലും പ്രതിസന്ധികളിലും അകപ്പെട്ടവരാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ അവർക്ക് മോചനം കിട്ടൂ. നമ്മൾ അവരെ അപ്പുറത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. എന്താ കാര്യം? ദേവാലയവും മഠവും സൈനികരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവർ ഈ മഠത്തെയും ദേവാലയത്തെയും ആക്രമിക്കും. എന്തു ചെയ്യും? കർത്താവേ, എന്തു ചെയ്യും? സിസ്റ്റർ ക്ലാര സുഖമില്ലാതെ കിടപ്പിലും ആണല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആരും ഭയപ്പെടരുത്. നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ നമുക്കൊരു രക്ഷകനുണ്ട്. അവൻ ശക്തനാണ്. അവൻ നമ്മെ കാത്തുരക്ഷിക്കും. നിങ്ങൾ അവനെ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ കാത്തോളണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടജന്തുക്കളെ, ജീവൻ വേണമെങ്കിൽ മടങ്ങിപ്പോയിക്കോ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷകന്റെ കോപാഗ്നിക്ക് നിങ്ങൾ ഇരയാകും. ഇരുട്ടിന്റെ സന്തതികളെ, ഓടിപ്പോകൂ. കർത്താവേ, നിത്യരക്ഷക. കർത്താവേ, നിത്യരക്ഷക. കർത്താവേ, നിത്യരക്ഷക. കർത്താവേ, നിത്യരക്ഷക. ക്ലാര സഹോദരിമാരോടൊപ്പം അമ്മ ഓർത്തോളാനായി മറ്റു കുറെ സ്ത്രീകളും മഠത്തിൽ ചേർന്നു. ഇങ്ങനെ ക്ലാര സഭയുണ്ടായി. പല ശാഖകളും സ്ഥാപിതമായി. സ്റ്റോക്കിങ്സും ഷൂസും ചെരുപ്പുമില്ലാതെയാണ് അന്ന് ക്ലാര സഹോദരിമാർ നടന്നിരുന്നത്. ദാരിദ്ര്യവും പ്രായശ്ചിത്തവും വളരെ കണിശമായിരുന്നു.
28 വർഷത്തോളം രോഗിണിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. 27 വർഷം മുമ്പ് ഫ്രാൻസിസ് അസീസിയുടെ മരണനേരത്ത് വായിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രം 3 സന്യാസിമാർ വായിച്ചു. തത്സമയം ദാരിദ്ര്യത്തിന്റെ മൂർത്തീകരണം തന്നെയായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം 59ാമത്തെ വയസ്സിൽ ശാന്തമായി അടർന്നു വീണു. ജഡികമായ ഒരു യുഗത്തിൽ ക്ലാര സഹോദരിമാരുടെ ജീവിതം ദാരിദ്ര്യവും വിനയവും പ്രസംഗിച്ചു. ആ ചൈതന്യം ഇന്നും അത്യന്താപേക്ഷിതം തന്നെ. നന്ദി.